ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട ചൊല്ലുകയാണ് രാജ്യം. സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. സിഖ് മതാചാരപ്രകാരമുള്ള യാത്രയയപ്പാണ് നൽകുന്നത്. നിഗംബോധ്ഘട്ടിൽ ആണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാജ്യം ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകിയിരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങിൽ ഇപ്പോഴും പങ്കെടുത്തുകൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. സിഖ് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സിഖ് മതാചാരപ്രകാരം മൃതദേഹം അടക്കം ചെയ്യാറുണ്ട്, അതോടൊപ്പം തന്നെ മൃതദേഹം ദഹിപ്പിക്കാറും ഉണ്ട്. നിലവിൽ മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം ദഹിപ്പിക്കുന്ന ചടങ്ങുകൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് സാധാരണ മതാചാരപ്രകാരം ചിതാഭസ്മം ജലത്തിൽ ഒഴുക്കുന്ന രീതി ആണ് ഉള്ളത്. ഏതാണ്ട് ഹൈന്ദവ മതാചാരങ്ങളോട് സാദൃശ്യം ഉള്ള ആചാരങ്ങൾ തന്നെയാണ് സിഖ് മതവിഭാഗത്തിൽ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. നിലവിൽ ഇത്തരത്തിൽ ചിതയൊരുക്കി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ചിതയ്ക്ക് തീ കൊളുത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈന്യം ഇപ്പോഴും തയ്യാറായി നിൽക്കുന്നുണ്ട്. അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് ആചാരവെടി മുഴക്കിക്കൊണ്ടുള്ള യാത്രയയപ്പാണ് നൽകുന്നത്. ഇപ്പോൾ മൃതദേഹം നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചിതയിലേക്ക് ആണ് ചിത ഒരുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിഖ് മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ എല്ലാം തന്നെ പൂർത്തിയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വിറക് അടുക്കി മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. അല്പസമയത്തിനകം തന്നെ ആ ചടങ്ങും പൂർത്തിയാകും. അങ്ങനെ ഇന്ത്യയുടെ മുൻ ധനമന്ത്രിയായിരുന്ന RBIയുടെ ഗവർണർ ആയിരുന്ന മൻമോഹൻ സിംഗ് ഓർമ്മയാകുന്നു, ചരിത്രമായി മാറുന്നു. മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി. പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം ആണ് ദൃശ്യങ്ങളിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഉള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയ നിരവധിയായ പ്രമുഖരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വിവിധ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ അടക്കമുള്ളവർ അന്ത്യോപചാരം അർപ്പിക്കുന്നതിനായി എത്തിയിരുന്നു. നിഗംബോധ്ഘട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യാത്രയയപ്പ് നൽകുകയാണ്. രാജ്യം വിട നൽകുകയാണ്. ദീർഘദൃഷ്ടിയായ നേതാവ്, രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ച, സാമ്പത്തിക ഭദ്രതയിലേക്ക് നയിച്ച പ്രധാനമന്ത്രി, ധനമന്ത്രി എല്ലാം ചരിത്രമാവുകയാണ്. നിഗംബോധിഘട്ടിൽ സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ചിത ഒരുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ മൻമോഹൻ സിംഗ് എന്ന ക്രാന്തദർശിയായ നേതാവ് ഓർമ്മയാകും. മതാചാരപ്രകാരമുള്ള സംസ്കാര ചടങ്ങ് ആണ് നടക്കുന്നത്. സിഖ് മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ നേരത്തെ നടന്നിരുന്നു. അതിനുശേഷം മൃതദേഹം ചിതയിലേക്ക് മാറ്റി ഇപ്പോൾ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മല്ലികാർജുൻ ഖാർഗെ, ACC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിൽ ആണ്. നിഗംബോധിഘട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിരവധി പ്രമുഖർ ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. ചടങ്ങുകളെല്ലാം പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയായിരുന്നു ഡൽഹിയിൽ അനുഭവപ്പെട്ടിരുന്നത്. ഇപ്പോൾ അന്തരീക്ഷം കൂടുതൽ ശാന്തമാണ്. അതിശൈത്യത്തിൻ്റെ സമയമാണ് ഡൽഹിയിൽ. യമുനാ നദിയുടെ തീരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. മൻമോഹൻ സിംഗ് ഓർമ്മയാകുന്നു. മുൻ പ്രധാനമന്ത്രിക്ക് രാജ്യം ആദരവോടെ വിട ചൊല്ലുകയാണ്. ഡൽഹിയിലെ നിഗംബോധ്ഘട്ടിൽ സംസ്കാര ചടങ്ങ് അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുന്നു.
വിറകുകൊള്ളികൾ അടുക്കി വെച്ച് മൃതദേഹത്തെ പൂർണ്ണമായും ആവരണം ചെയ്തു കഴിഞ്ഞു. ഇനി അഗ്നി കൊളുത്തേണ്ട, ചിത കൊളുത്തേണ്ട ചടങ്ങാണ് ബാക്കിയുള്ളത്. സാധാരണ സിഖ് മത വിഭാഗത്തിൽപ്പെട്ടവരുടെ മൃതദേഹം അടക്കം ചെയ്യാറുണ്ട്. മൃതദേഹം അഗ്നിക്കിരയാക്കുന്ന സാഹചര്യമുണ്ട്. മുൻ പ്രധാനമന്ത്രിയുടെ മൃതദേഹം സംസ്കരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ചിതയ്ക്ക് തീ കൊളുത്തും. അങ്ങനെ മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഓർമ്മയാകുന്നു. രാജ്യം ആദരവോടെ യാത്രയായി ആക്കുന്നു. നിരവധി ആളുകളാണ് യാത്രാമൊഴിയേകാനായി എത്തിയത്. അല്പസമയം മുമ്പ് സംസ്കാര ചടങ്ങ് നടക്കുന്ന നിഗംബോധ് ഘട്ടിൽ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾ നമുക്ക് കേൾക്കാമായിരുന്നു. മൻമോഹൻ സിംഗ് മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യങ്ങൾ ആയിരുന്നു നമ്മൾ അവിടെ മുഴങ്ങിക്കേട്ടത്. തീർച്ചയായും മൻമോഹൻ സിംഗ് വിടവാങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, മുന്നോട്ട് വെച്ച ആശയങ്ങൾ, പദ്ധതികൾ, അതിലൂടെ തീർച്ചയായും മൻമോഹൻ സിംഗ് ജീവിക്കുക തന്നെ ചെയ്യും. യമുനാ തീരത്ത് മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമം. യാത്രാമൊഴിയേകാൻ നിരവധി പേർ ആണ് എത്തിയത്. അമർ രഹേ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് മൻമോഹൻ സിംഗിന് കോൺഗ്രസ് പ്രവർത്തകർ യാത്രയയപ്പ് നൽകുന്നത്. രാജ്യം ഔദ്യോഗിക ബഹുമതികളോടെ, സമ്പൂർണ്ണ ബഹുമതികളോടെ മൻമോഹൻ സിംഗിന് യാത്രാമൊഴി ഏകുന്നു. ഒപ്പം സിഖ് മതാചാരപ്രകാരമുള്ള മതപരമായ ചടങ്ങുകളും നടക്കുന്നു. പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ. മൻമോഹൻ സിംഗിൻ്റെ വിയോഗയാത്ര, വിയോഗം സ്ഥിരീകരിച്ചത് മുതൽ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ചടങ്ങുകളിൽ വ്യാപൃതരായിരുന്നു. ആശുപത്രിയിലേക്ക് കേന്ദ്രമന്ത്രിമാർ എത്തിയിരുന്നു. മൻമോഹൻ സിംഗിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, ഇതര രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾ, സൈനിക ഉദ്യോഗസ്ഥർ, ഉദ്യോഗസ്ഥ തലത്തിലെ മറ്റുള്ളവർ അടക്കം മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർണ്ണമായിരിക്കുന്നു. ഇനി ചിതയിലേക്ക് അഗ്നി പകരുന്ന സമയമാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിഖ് മതാചാരപ്രകാരം മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യമുനാ നദിയുടെ തീരത്ത് നിഗംബോധ് ഘട്ടിൽ മൻമോഹൻ സിംഗിന് അന്ത്യയാത്ര നൽകുകയാണ്. ചടങ്ങുകൾ പൂർണ്ണമാകുന്നു. മൻമോഹൻ സിംഗിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഉള്ളത്. മതപരമായ ചടങ്ങിൽ അവർ മാത്രമാണ് പങ്കെടുക്കുകയും ചെയ്യുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അങ്ങനെ ഓർമ്മയാവുകയാണ്, ചരിത്രമാവുകയാണ്, ഒരു യുഗത്തിന് അവസാനം കുറിക്കുകയാണ്. യമുനാ തീരത്ത് ചടങ്ങുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇതാ സൈന്യം ആചാരപരമായ യാത്രയയപ്പ് നൽകുന്നു.
ആചാര വെടിമുഴക്കിയാണ് യാത്രയാക്കുന്നത്. ഔദ്യോഗികമായ യാത്രയയപ്പ്, സൈനിക ബഹുമതികളോടെയുള്ള യാത്രയയപ്പ്. ഇതാ മൻമോഹൻ സിംഗിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്നു. മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ചരിത്രമാകുന്നു, ഓർമ്മയാകുന്നു. അദ്ദേഹത്തിന് യമുനാ തീരത്ത് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നു. രാജ്യം ഔദ്യോഗിക ബഹുമതികളോടെ എല്ലാ ആദരവോടും കൂടി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യാത്രയയപ്പ് നൽകുമ്പോൾ യമുനാ തീരത്ത് നിഗംബോധ്ഘട്ടിൻ്റെ പുറത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിലയ്ക്കാത്ത മുദ്രാവാക്യം വിളികൾ കേൾക്കാം. അമർ രഹോ മൻമോഹൻ സിംഗ് എന്ന അമർ രഹേ മൻമോഹൻ സിംഗ് എന്ന മുദ്രാവാക്യം വിളികൾ ആണ് എവിടെയും കേൾക്കാനുള്ളത്. മൻമോഹൻ സിംഗ് മരിക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറക്കെ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കുന്നു. ബന്ധുക്കളും ഉറ്റവരും ഉടയവരും പ്രാർത്ഥനകൾ നടത്തി നിഗംബോധ്ഘട്ടിൽ നിന്ന് മടങ്ങുകയാണ്. മൻമോഹൻ സിംഗ് എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പ്രധാനമന്ത്രി, ഇന്ത്യയെ സാമ്പത്തിക ഭദ്രതയിലേക്ക് കൈപിടിച്ചുയർത്തിയ പ്രധാനമന്ത്രി, RBI ഗവർണർ എന്ന നിലയിൽ, ധനമന്ത്രി എന്ന നിലയിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിയ, ലോകത്തിന് തന്നെ മാതൃകാപരമായ ജനക്ഷേമ പദ്ധതികൾ നടത്തിയ പ്രധാനമന്ത്രി അങ്ങനെ ചരിത്രമായിരിക്കുന്നു, ഓർമ്മയായിരിക്കുന്നു. യമുനാ തീരത്ത് നിഗംബോധ്ഘട്ടിൽ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമം. സിഖ് മതാചാരപ്രകാരം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം ദഹിപ്പിക്കുന്നു. അല്പസമയം മുമ്പാണ് ചിതയിലേക്ക് തീ പകർന്നത്. രാജ്യം സമ്പൂർണ്ണ സൈനിക ബഹുമതികളോടുകൂടി മൻമോഹൻ സിംഗിന് വിട ചൊല്ലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ മൻമോഹൻ സിംഗിൻ്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നു, ആശയവിനിമയം നടത്തുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ രാജ്യത്തെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അടിത്തറ പാകിയ ഉദാരവൽക്കരണ നയത്തിലൂടെ രാജ്യത്തിന് ദിശാബോധം നൽകിയ, നിരവധി ജനക്ഷേമ പദ്ധതികളിലൂടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കടക്കം ആശ്വാസമേകിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, 2004 മുതൽ 2014 വരെ രാജ്യത്തെ നയിച്ച പ്രധാനമന്ത്രി, ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം ഭരണത്തിന് ശേഷം തുടർച്ചയായി ഭരണത്തിലേറിയ മറ്റൊരു പ്രധാനമന്ത്രി ഓർമ്മയാകുന്നു. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഉന്നമനത്തിനു വേണ്ടി, സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി വ്യത്യസ്തമായ ആശയങ്ങൾ, പദ്ധതികൾ നടപ്പിലാക്കിയ മൻമോഹൻ സിംഗ് യാത്രയായിരിക്കുന്നു. നിഗംബോധ്ഘട്ടിൽ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നു. രാജ്യം ഒന്നടങ്കം മുൻ പ്രധാനമന്ത്രിയെ യാത്രയാക്കിയിരിക്കുന്നു. രാജ്യം ആദരവോടുകൂടിയാണ് യാത്രയയപ്പ് നൽകിയത്. യാത്രാമൊഴിയേകാൻ വൻ ജനക്കൂട്ടം ആയിരുന്നു നിഗംബോധ്ഘട്ടിൽ എത്തിയിരുന്നത്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് യമുനാ നദിയുടെ തീരത്ത് നിഗംബോധ്ഘട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. സിഖ് മതാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ ആണ് നടന്നത്. രാജ്യം ഔദ്യോഗിക ബഹുമതികളോടെ എല്ലാ ആദരവോടും കൂടി പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകുമ്പോൾ യമുനാ തീരത്ത് ചിതയിൽ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം തീനാളങ്ങൾ ഏറ്റുവാങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. പതിറ്റാണ്ടുകളോളം കർമ്മമണ്ഡലത്തിൽ ശോഭിച്ചിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ദേഹം അഗ്നിനാളങ്ങൾ, തീനാളങ്ങൾ ഏറ്റുവാങ്ങി മതാചാരപ്രകാരമുള്ള ദഹിപ്പിക്കൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു യുഗം അവസാനിക്കുന്നു. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഓർമ്മയായിരിക്കുന്നു. യമുന നദിയുടെ തീരത്ത്
നിഗംബോധ് ഘട്ടിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ത്യവിശ്രമം കൊള്ളുകയാണ്.